മാത്രം കൺട്രോൾ ചെയ്താൽ വണ്ടി നീക്കുകയും നിർത്തുകയും ചെയ്യാൻ പറ്റും. മാഡത്തിന് വേഗത ആവശ്യമുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിച്ച് വേഗത കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും വണ്ടിക്ക്. ശരിയാണ്, അനാവശ്യമായിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മാനുവൽ വണ്ടിയായിരുന്നെങ്കിൽ അതിൽ സമയത്ത് ഗിയർ മാറ്റണം, വണ്ടി ക്ലച്ച് ഉപയോഗിക്കണം, ക്ലച്ച് പഠിക്കണം, എങ്കിലേ നീക്കാം. ഇതിൽ അങ്ങനൊന്നുമില്ല. ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി നീങ്ങിക്കോളും. സ്റ്റിയറിംഗ് മാത്രം മാഡം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വണ്ടി എപ്പോൾ വേണേലും നിർത്താം, എങ്ങനെയും മാറ്റാം. ശരിയാണ്, പേടിക്കേണ്ട കാര്യമുണ്ടോ? ഏത് കാലം കൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ആണ്. ആക്സിലേറ്ററിലൊന്ന് കാലൊന്ന് വെച്ചേ, ബ്രേക്കിലേക്കൊന്ന് വെച്ചേ. ഇപ്പം നോക്കണ ബ്രേക്ക് പ്രസ് ചെയ്താ ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് ഗിയറിലേക്ക് മാറണം? ഫസ്റ്റ് ഉണ്ടായി വണ്ടിക്ക് ഇല്ല, ഡ്രൈവ് മോഡാണുള്ളത് അല്ലേ? അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എങ്ങോട്ടാണത്? അത് ഏത് ഗിയറാണ്? ആണ്. ന്യൂട്രൽ ഒന്നാക്കിക്ക്. ആയില്ലേ? റിവേഴ്സ് ഗിയർ എന്നിട്ട് ആണോ? ഇത് ക്യാമറ ഓൺ ആയത് കണ്ടില്ലേ? ഉറപ്പല്ലേ? ന്യൂട്രലാക്കി. നമുക്ക് ഈ വണ്ടി ഒന്ന് മുന്നിലേക്ക് എടുത്ത് നോക്കാം. എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ഇൻഡിക്കേറ്റർ എവിടെയായി വണ്ടിക്ക്? എന്നിട്ട് ഓൺ ചെയ്ത റൈറ്റ്, അതൊക്കെ അറിയാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓക്കെ ആണോ? ഓഫ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിക്കാം മാഡം. നല്ലപോലെ ആയിട്ടില്ല, ഒന്നുകൂടെ താഴോട്ട് പോവാം. ഇപ്പോഴാണ് ഓൺ ആയത്. ഓക്കെ ആണോ? മുന്നിലേക്ക് നീങ്ങി നോക്കാം. നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, ആദ്യമേ ബ്രേക്ക് പ്രസ് ചെയ്യണം. ആ ഓക്കെ. ഇനി ഗിയർ മാറണം. ഗിയർ മാറ്, മുന്നിലേക്ക് പോകാനുള്ള ഗിയറിലേക്ക് മാറും. ആയി. ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. ഓക്കെ ആണോ? ഇനി മാഡം മുന്നിലേക്ക് നോക്കിയാൽ ഇനി മാഡം ബ്രേക്ക് റിലീസ് ചെയ്യുന്നതനുസരിച്ച് ഈ വണ്ടി നീങ്ങാൻ തുടങ്ങും. ശരിയാണ്. സ്റ്റിയറിംഗിൽ ഇങ്ങനെയാണോ പിടിക്കണ്ടേ? ആ അതെ, അങ്ങനെ. കൈ ഒന്നും അകത്ത് വെച്ച് ഇങ്ങനെ ബലം പിടിക്കരുത്, ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നാൽ മതി. ഓക്കെ ആണ്? രണ്ട് കൈയും ഫ്രീ ആണ്. അപ്പം നീങ്ങി നോക്കാം. അപ്പോൾ പതിയൊന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത്, ബ്രേക്ക് ലൂസ് ചെയ്യുന്നതനുസരിച്ച് നീങ്ങും. നമുക്ക് എങ്ങോട്ടാണ് മാറേണ്ടത്? ബ്രേക്ക് ചെയ്ത് റൈറ്റിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ ഈ വണ്ടി റൈറ്റിലേക്ക് തിരിയണ്ടേ? അപ്പോൾ പതിയൊന്ന് തിരിക്ക്. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കും മിററിൽ കൂടെ. ഉണ്ടാ? അപ്പോൾ വണ്ടി പോയിട്ടേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. കഴുത്തെല്ലാം നോർമലായിട്ട് വയ്ക്കും, ഫ്രീ ആയിട്ടിരിക്കും. വണ്ടി ഉണ്ടായിനി ഇല്ല. അതെ, ഇവിടെ നോക്ക്. ഈ ഭാഗം നമുക്ക് റോഡിലേക്ക് കിട്ടണം. അപ്പോൾ പതിയെ ഒരിത്തിരി ഇവിടെ തിരിച്ചിട്ട് പയ്യൊന്ന് മുന്നിലേക്ക് അനയിക്കുക. നമ്മളിപ്പോൾ ഈ വണ്ടി തിരിച്ചു വെച്ചിരിക്കുക, ശരിയല്ലേ? ബ്രേക്കിൽ വാ. അത്രേ ഉള്ളൂ. ടെൻഷൻ വരുന്നുണ്ടോ? വീണ്ടും നെഞ്ചടിപ്പൊക്കെ കേൾക്കാലോ. പതിയെ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത. വീണ്ടും വണ്ടിയെ നേരെയാക്കി കൊണ്ടുവന്നേ. മേഡം റോഡിലേക്ക് നേരെയാക്കി കൊണ്ടുവന്നേ. മോളെ കഴുത്ത് നേരെ പോയി. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അനങ്ങാതിരുന്നാൽ വണ്ടി വരില്ല. വാ, നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുപോവാ. കുറേശ്ശെ വന്നിട്ടില്ല, മനങ്ങുന്നില്ല ഇപ്പോഴും. കൈ എടുത്ത് അതിനെ തിരിച്ച് കൊടുത്താലേ വരത്തുള്ളൂ. നമുക്ക് എങ്ങോട്ടാ വരണ്ടേ ഇനി? അപ്പൊ എങ്ങോട്ട് തിരിക്കണം? ആ പതിയെ അനങ്ങി പോട്ടെ. വാ, പതിയെ നമ്മുടെ സൈഡിലേക്ക് വരുന്നുണ്ടോ നോക്ക്. ബ്രേക്ക് മാത്രം മതി കേട്ടാ. വരുന്നില്ലേ? അങ്ങോട്ട് വരുന്ന അനുസരിച്ച് ഇനി അതിനെ അത് തന്നെ ഇനി നോക്ക്. വണ്ടി അങ്ങോട്ടാ നീങ്ങേണ്ടത്. ആ പതിയെ നീങ്ങുന്ന അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യും. ശരിയാണോ? പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് വണ്ടിക്ക് വേഗത വരും. റോഡ് ഇനി എങ്ങോട്ടാ തിരിവെന്ന് നോക്കിയേ. അപ്പോൾ പതിയെ വണ്ടി അങ്ങോട്ട് മാറണം. മാറുന്നില്ലെങ്കിൽ വീണ്ടും മാറ്റണം. ശരിയാണോ? ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? റോഡ് ഫ്രീ അല്ലേ ഫ്രണ്ടില്. അപ്പൊ പതിയൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. അപ്പൊ പതിയൊന്ന് കൊടുത്ത് എന്നിട്ട് വണ്ടി എങ്ങോട്ടാ പോകുന്നേ നോക്ക്. നമ്മുടെ ഓടിക്കേണ്ട ഏത് സൈഡിൽ ചേർന്ന? ഇടതുവശം ചേർന്ന്. അപ്പൊ ഇടതുവശത്തുനിന്ന് വണ്ടി അകന്നു പോകരുത്. ഓക്കെ, കഴുത്തൊക്കെ നേരെ വെക്കി. ദൂരേക്കുള്ള കാഴ്ച കാണുന്നില്ലേ? ആ കാണുന്ന കാഴ്ച മതി. വലത്ത് വശത്തേക്ക് എത്തി നോക്കരുത് കേട്ടോ. നമുക്ക് ഇടതുവശം ചേർന്നാ വണ്ടി ഓടിക്കണ്ട. അപ്പൊ റോഡിന്റെ ഇടതുവശം നോക്കി കൊണ്ടുപോകും. ശരിയാണോ?
നമുക്ക് ആ ബസ് കിടക്കുന്ന കണ്ട അവിടെ നിർത്തണം ഈ വണ്ടി. ഇപ്പൊ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം, ബ്രേക്ക് ഔട്ടരുത് കേട്ടാ. എന്നിട്ട് അവിടെ എവിടെയാ നിർത്താൻ പറ്റുന്നെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പതിയെ പതിയെ ബ്രേക്ക് ചെയ്ത് നിർത്ത്. ഇതിപ്പോ റോഡിന് നടുക്കാ വണ്ടി. ആ ചേട്ടനെയൊക്കെ നോക്കി ആരെ ഒഴിവാക്കണം, ചേട്ടനെ തട്ടാതെ പതിയെ സൈഡ് ഒതുക്കി റോഡിൽ നിന്ന് ഒതുക്കി സൈഡിൽ വരാൻ തുടങ്ങി. ഇനി നേരെയാക്കി നിർത്ത്. നേരെയാക്കിയില്ല, ആയില്ല ഒരിത്തിരി കൂടെ. ഇനി ഇവിടെ നിൽക്കട്ടെ, ന്യൂട്രലിൽ നിന്നാക്കിക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്ത് ചുമ്മാ ഓണാക്കും വെറുതെ. ബ്രേക്കിൽ നിന്ന് പയ്യെ കാലെടുത്ത്. ടെൻഷൻ അടിച്ചാണോ ചെയ്തത്? ഫ്രീ ആയിട്ടാണോ ചെയ്തത്? കുറച്ചൊന്നും ഫ്രീ ആയില്ല, നല്ല ടെൻഷൻ അടിച്ച് തന്നെ ചെയ്തത്. ശരിയല്ലേ? ഞാൻ പറയുന്ന കേട്ടിട്ട് തിരിച്ചു, പക്ഷെ നേരെ ആക്കുന്നില്ല. ശ്രദ്ധ എവിടെയായിരുന്നപ്പോ? പേടിച്ചിരിക്കുകയായിരുന്നു. തട്ടുമെന്ന് തോന്നി നമുക്ക് നിർത്താൻ പറ്റില്ലേ വണ്ടി? ശരിയാണ് അല്ലേ? ഫ്രീ ആയിട്ടിരിക്കണം വണ്ടിയിൽ. പോവാം നമുക്ക് വീണ്ടും. മേഡത്തിന് ഇപ്പൊ നമ്മൾ 2 സെക്കൻഡ് നീക്കുമ്പോ മേഡത്തിന് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളു കാര്യം, എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ അടിച്ച് വെക്കണ വേണ്ട. ഫ്രീ ആയിട്ടിരുന്ന കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് പോകേണ്ട വശത്തേക്ക് ഈ വണ്ടിയെ ചരിച്ചു. നമ്മൾ അങ്ങോട്ട് വന്നു എന്ന് ബോധ്യമായാൽ വണ്ടി നേരെ ആവണം. നേരെ ആയില്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? നമ്മുടെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നേരെയാക്കാൻ മറന്നു പോകും. നമ്മൾ പിന്നെ ഇങ്ങനെ വെച്ച് തന്നെ അവിടെ കൊണ്ട് ഇടിക്കാനേ നോക്കുള്ളൂ. ശരിയല്ലേ? നേരത്തെ വേണമെങ്കിൽ നേരത്തെ നിർത്തിയിട്ട് ആലോചിക്കാൻ സമയമുണ്ട്. എങ്ങോട്ട് മാറണം എന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. നീങ്ങാൻ നോക്ക്. വീണ്ടും മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ബ്രേക്ക് ആദ്യം പ്രസ് ചെയ്യണം, എന്നിട്ട് ആക്കണം. ഇനി എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം. ഓഫായി. ഇനി മുന്നിൽ എങ്ങോട്ടായി വണ്ടി മാറണ്ടേന്ന് നോക്കണം. അപ്പൊ പതിയെ റൈറ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഓണാക്കി പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. വണ്ടി ഇല്ലാത്ത സമയത്ത് വേണം നമുക്ക് നീങ്ങാൻ. ശരിയല്ലേ? പതിയെ നീങ്ങുമ്പോൾ മുൻവശം നോക്കി വണ്ടിയെ പതിയെ റോഡിലേക്ക് എത്തിക്കും. നീങ്ങുന്നതനുസരിച്ച് കുറേശ്ശെ റോഡിലേക്ക് എത്തണം. വരുന്നില്ലേ? അതിനനുസരിച്ച് നേരെയാക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ പോകും. നേരെയാക്കി കൊണ്ടുപോകാം. വരട്ടെ. ഇനി പതിയെ നീങ്ങട്ടെ. ആക്സിലേറ്റർ ഒന്നും വേണ്ട. നീങ്ങുന്നതനുസരിച്ച് വണ്ടിയെ നേരെയാക്കി കൊണ്ടുപോകാം. ആക്സിലേറ്റർ നമുക്ക് വേഗത വേണ്ടപ്പോഴല്ലേ. ഇനി പതിയെ ആക്സിലേറ്റർ കൊടുക്കാമല്ലോ. പതിയെ കൊടുത്തു തുടങ്ങിക്കും. ഓക്കെയാണോ? ഓടട്ടെ. കഴുത്ത് നീണ്ടു പോകണ്ട. ചെയറിൽ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ ഇരുന്നാൽ മതി. പോട്ടെ. ആ ഓട്ടോറിക്ഷയുടെ മുന്നിൽ കൊണ്ടുപോയി നമുക്ക് നിർത്തണം വണ്ടി. ഓട്ടോറിക്ഷ കടന്നിട്ട്. ഓക്കെയാണോ? ഇപ്പൊ വണ്ടി എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് മാറണം? അത് തന്നെ. മാറിയാൽ അതുപോലെ നേരെ ആവണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയാൽ മേഡം. പതി ഇവിടെ സൈഡ് ഒതുക്കി നിർത്തിക്കാൻ. എന്നിട്ട് ബ്രേക്ക് ചെയ്യരുത്. ഇൻഡിക്കേറ്റർ ഓൺ ആക്കാം ആദ്യം. എന്നിട്ട് നീങ്ങട്ടെ വണ്ടി. റോഡ് സൈഡിലേക്ക് പോകണ്ടേ? ബ്രേക്ക് വിട്ടുകൊടുക്കും. ആ ബസ് എടുത്ത് മനസ്സിൽ വെച്ച് വണ്ടി സൈഡിലേക്ക് വരുന്നേ ഉള്ളൂ. ഒന്ന് ബ്രേക്ക് ചെയ്തേ. വണ്ടി സൈഡിലേക്ക് വരണ്ടേ നമുക്ക്? അപ്പൊ പോട്ടെ. സൈഡിലേക്ക് വരുന്നതനുസരിച്ച് സൈഡിലേക്ക് വരുന്നതേ ഉള്ളൂ. കണ്ട? ഇനി നേരെ ആവണം, അല്ലെങ്കിൽ എന്ത് പറ്റും? നേരെ ആയാ? ഇല്ല. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് മാറിയാലല്ലേ നേരെ ആകത്തുള്ളൂ. റൈറ്റിലേക്ക്. ഇത് ഇങ്ങനെ മാറുമ്പോഴല്ലേ വണ്ടി നേരെ ആകത്തുള്ളൂ. കണ്ട? ഇനി നിൽക്കട്ടെ. ന്യൂട്രലാക്ക്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്ക്. ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആണോ? ആ സീറ്റ് ഇച്ചിരിയോടെ പൊക്കിക്കും. ഞാൻ വരാം, അപ്പുറത്ത് വരാം. ഇനി എന്ത് ചെയ്യണം? പൊക്കിയിട്ട് ഞെക്കിയിട്ട് താഴ്ത്ത്. ഓക്കെയാണോ? ഒന്നുകൂടെ പൊക്കിയിട്ട് ഞെക്കിയിട്ട് താഴോട്ട് പോട്ടെ. ഓഫായി അല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഓണാക്ക്. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്താൽ വണ്ടി മുന്നിലേക്ക് പോകും. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ശരിയല്ലേ? നമ്മൾ റോഡ് സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും.
പതിയെ റോഡിലേക്ക് എടുക്ക്. റോഡിലേക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ നേരെയാക്കി കൊണ്ടുപോവാ. വന്നില്ലേ? നേരെയാക്കി പോയി സൈഡിലേക്ക് കൊണ്ടുപോവാ. നമ്മുടെ ബ്രേക്ക് ചെയ്ത് പിടിക്കരുത്. ഈ കാറ് കഴിഞ്ഞിട്ട് ആ മരത്തിന് അവിടെ ഒന്ന് നിർത്തണം നമുക്ക്. ഓക്കെ ആണോ? ഇപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്ക്. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും അവിടെ. എന്നിട്ട് ഇതേ വണ്ടിയെ പതിയെ ആ സൈഡിലേക്ക് എത്തിക്കണം നമുക്ക്. ഇവിടെ അല്ല നിർത്തേണ്ടത്. ഇങ്ങനെ ഓടുന്ന വണ്ടിയെ സൈഡിലേക്ക് മാറ്റണ്ടേ? അതേ ഇപ്പൊ സൈഡിലേക്ക് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സൈഡിലേക്ക് വന്നു എന്ന് ബോധ്യമാകുന്നിടത്ത് വെച്ച് വണ്ടിയെ നേരെയാക്കി കൊടുക്കും. നേരെ ആയില്ല. ഇനി റൈറ്റിലേക്ക് ഇത്തിരി മാറുന്നതനുസരിച്ചാണ് വണ്ടി നേരെ ആവുന്നത്. കണ്ടാ? എന്നിട്ട് നിർത്ത്. ശരിയാണോ? ഇപ്പോഴും ശ്വാസം വലിച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടെ പോവാം. നീങ്ങട്ടെ. വണ്ടി ഉണ്ടോ നോക്ക് പുറകില്. ഇവിടെ ഒന്ന് സൈഡ് ഒതുക്കി നിർത്തിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എന്നിട്ട് സൈഡിലേക്ക് ഒതുക്കിക്കുക വണ്ടിയെ. സൈഡിൽ എന്തും മാത്രം പോകാൻ പറ്റുമെന്ന് നോക്ക്. അങ്ങോട്ടേക്ക് വണ്ടിയെ വിട്ടുകൊടുക്കുക. ആ സൈഡിലേക്ക് വരട്ടെ. സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ അവിടെ അതിനനുസരിച്ച് നേരെയാക്കി കൊടുക്കുക. കാട്ടിലേക്ക് പോവാതെ അങ്ങനെ എവിടെ വെച്ച് നേരെയായി തോന്നുന്നു അവിടെ വണ്ടി നിർത്ത്. കണ്ടോ? ഇത്രേ ഉള്ളു കാര്യം അല്ലേ? ഇച്ചിരി കൂടെ ഹാർഡായിട്ട് ചവിട്ടാതെ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് ചവിട്ടിയാൽ മതി. ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടുന്നതിന് വരെ ഇത്ര കൂടെ സോഫ്റ്റ് ആക്കിയാൽ മതി. വീണ്ടും നീങ്ങാം. നീങ്ങട്ടെ. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇല്ല. അപ്പം നീങ്ങ്. ഈ കാറിന് വേണ്ടി മാത്രം ഒഴിവാകാവുള്ളൂ. അതിനെ തട്ടായിരിക്കും എന്ത് മാറണം. മാറിക്കഴിഞ്ഞാൽ നേരെയാക്കും. ശരിയാണോ? പോട്ടെ, കടന്നു പോട്ടെ. നമ്മുടെ നാട് നോക്കി ഓടിച്ചു പോകും. പതിയെ കൊടുത്തു വയ്ക്കൂ. ഓക്കെ ആണോ? മുന്നിൽ തടസ്സങ്ങൾ കാണുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ എന്ന് കാല് മാറ്റിക്കോണം കേട്ടാ. ഇത് ബൈ റോഡാണ്, വേറെ തിരക്കൊന്നും ഇല്ലാത്ത റോഡ്. എങ്ങോട്ട് പോണം? കുറേ ദൂരമുണ്ട്. ഏത് റോഡ്? ഇതാ ഇത് ചെറിയ റോഡല്ലേ? പോട്ടെ, ഇവിടെ കുറച്ച് നേരം ഫ്രീ ആവട്ടെ. നേരെ പോട്ടെ. ഇവിടുന്ന് കേറുമ്പോ മാത്രമേ ഉള്ളൂ വീതി കുറവ്. എവിടെ? ആ റോഡ് നല്ല വീതിയാ. കുറേ ദൂരം ഓടാം. നല്ല റോഡാണ്. റിവേഴ്സ് ഗിയർ ഉണ്ടോ നമ്മുടെ വണ്ടിക്ക്? അപ്പൊ പിന്നെ കുഴപ്പമില്ല, തിരിക്കാം. നമ്മുടെ സൈഡ് നോക്കി ഓടിക്കും വേണം. നമ്മൾ ഒരുപാട് നടുക്ക് പോയി അങ്ങനെ ഈ സൈഡിൽ നിന്ന് ഒരുപാട് അകന്നു പോകാൻ നോക്കണം കേട്ടാ. നമുക്ക് ആ അമ്പലം കിട്ടത്തില്ലല്ലോ അമ്പു, നമുക്ക് തിരിക്കാനായിട്ട്. അമ്പലപ്പറമ്പ് ഇല്ല. ഇടതുവശം നോക്കി വണ്ടിയെ കൊണ്ടുപോകും മേഡം. വലതുവശം നോക്കിയിരിക്കുന്നത്. ഇടതുവശത്ത് എന്തുണ്ട്? അവിടുന്ന് എങ്ങോട്ട് മാറണം? ഇത് കണ്ട, അവരുടെ ഇടയ്ക്ക് മാറണോ അതോ ഇങ്ങോട്ട് വരണോ? അത് മാത്രം നോക്കി വണ്ടിയെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വലതുവശത്ത് നിന്ന് വരുന്നവരെ നോക്കി പേടിക്കാതെ. കേൾക്കുന്നുണ്ടോ? മേഡത്തിന് അടുത്ത മുൻവശം കാണാൻ വയ്യാൻ തോന്നുമ്പോഴത്തേക്ക് കാല് ബ്രേക്കിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് വളച്ചെടുത്താൽ മതി. അപ്പോൾ മേഡത്തിന്റെ കൺട്രോളിൽ വണ്ടി വരും. ശരിയാണോ? മുന്നിലേക്കൊന്നും എത്തി നോക്കാതെ നമുക്കിത് ഈ കാണുന്ന കാഴ്ച മതി. അതിനനുസരിച്ച് വണ്ടിയെ നീക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് വേഗത വരാതെ നോക്കിയാൽ മതി. മാക്സിമം സ്ലോയിൽ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മേഡത്തിന്റെ കയ്യിലാകും വണ്ടി. നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത കൂട്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ വണ്ടിയെ. ഇടത് ഇച്ചിരി കൂടെ പൊക്കി വെക്ക്. ഓക്കെ. ഫുൾ വെയിറ്റിലാ വണ്ടി ഓടുന്നത്. ഇത്
അതിനെ ചുമന്നു പോകുന്ന ഫീലിങ്സിലാ കൊണ്ടുപോകണത്. പെടലി പൊക്കി വെക്കല്ലേ മാഡം? തെച്ചെടുത്താ നമ്മുടെ സൈഡ് നോക്കി തിരിച്ചോണ്ട് പോവാം. നമ്മുടെ റോഡ് എവിടെയാണ്, വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി അതിനനുസരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ തന്നെ. പിന്നെ നോക്ക്, ഇവിടുന്ന് അകന്ന് പോകാൻ സമ്മതിക്കരുത് വണ്ടിയെ. അകലുന്നതനുസരിച്ച് അടുപ്പിക്കുക, നേരെയാക്കുക. പോട്ടെ. എന്നെക്കാൾ നല്ലപോലെ മേഡം വണ്ടി നിയന്ത്രിക്കുന്നുണ്ട്. മേഡത്തിന് വെറുതെ ആവശ്യമില്ലാത്ത പേടിയും ടെൻഷനും ആവും കുഴപ്പം. ടൂ വീലറിൽ എവിടെ വേണമെങ്കിലും അപ്പൊ പിന്നെ ഇതില് അത്രയും പേടിക്കണം. കാല് കുത്തണ്ട, മറിഞ്ഞു വീഴത്തില്ല. തിരുവനന്തപുരം വേണമെങ്കിലും പോയിട്ട് വരും. പിന്നെ അല്ല. കൈ ഇച്ചിരി കയറണേ. അവരെ നോക്കരുത്, പകരം ഇവിടെ നോക്കും മേഡം. വേണ്ട, ഇതേട്ട് തട്ടാതിരിക്കാൻ എങ്ങോട്ട് മാറണം, അതാണ് നോക്കേണ്ടത്. ഇവിടുന്ന് മാറാൻ പറ്റിയില്ല, നീങ്ങണ്ട. നമുക്ക് ആ മരത്തിന്റെ ഉള്ളിൽ നിർത്താം. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി വെക്കും. എന്നിട്ട് വണ്ടി ഇപ്പോഴേ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക്. നമുക്ക് ആ മരത്തിന്റെ അവിടെ പോയി നിന്നാൽ മതി. അതിനനുസരിച്ച് അതിനെ വേഗത കുറച്ച് ആ സൈഡിലേക്ക് പതിയെ അടുപ്പിക്കും. ആ സൈഡിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങോട്ട് പോവാത്ത രീതിയിൽ നേരെയാക്കി കൊടുക്കും. അതെ, അങ്ങനെ കുറേശ്ശെ നേരെയാക്കിയിട്ട് എവിടെ വെച്ച് നേരെയായി തോന്നുന്നു അവിടെ വണ്ടി നിർത്തിക്കൂ. കണ്ടാ, ഇൻഡിക്കേറ്റല്ലേ ചെയ്തത്. എന്തിനാ ആവശ്യമില്ല ടെൻഷൻ ഇനി എടുത്ത് വെക്കുന്നത്? ഫ്രീ ആയിട്ടിരിക്കും. ബ്രേക്ക് ഔട്ടിയപ്പോഴും ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഔട്ട് ചെയ്ത്? മേഡം തന്നെ ആലോചിക്കരുത് പിന്നെ ഒരിക്കലും. മേഡം തന്നെ ന്യൂട്രലാക്കണം കേട്ടാ. ആലോചിച്ച ന്യൂട്രലായിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് വെറുതെ പോക്ക്. അങ്ങനെ പ്രസ് ചെയ്യരുത്. ഇത് നോക്കിയാ ചുമ്മാ ഒന്ന് പൊക്കിക്കും. അങ്ങനെ ഓൺ ആക്കേണ്ടത്. ഇത് ഓഫ് ചെയ്യേണ്ടത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും. എന്നിട്ട് താഴ്ത്ത്. കണ്ടാ, ഇനി ഒന്ന് ഓൺ ആയിക്കേ. അത്രേ ഉള്ളൂ. ഓഫ് ചെയ്തതിന് ഇല്ല, ഒന്ന് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും. അപ്പൊ ആ ഒച്ച കേൾക്കത്തില്ല. ഒന്നുകൂടെ ഓൺ ആയിക്കേ. ഇനി ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ ഓൺ ആയിക്കേ. ഓഫ് ചെയ്തേ. ഓക്കെ ആണോ? ഒന്നുകൂടെ ഓൺ ആയിക്കോ. ഒന്ന് ഓഫ് ചെയ്ത് പോവാം. ഇനി പോണെങ്കിൽ എന്ത് ചെയ്യണം? എന്നിട്ട് വണ്ടി മുന്നിൽ നോക്കി നീക്ക്. ഇൻഡിക്കേറ്ററൊക്കെ ഇടണം. പുറകിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കണം. പോട്ടെ. നേരെയാക്കി വാ. ആ നേരെയാക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കിക്കോണം. കാരണം നമ്മളൊരു തിരക്കുള്ള റോഡിലേക്കാണ് കയറുന്നത്. നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ എളുപ്പം നേരെയായി മാറിക്കൊടുക്കണം. പോട്ടെ. ആ വണ്ടിയെ നോക്കാതെ നമുക്കിവിടെ സ്ഥലമുണ്ടോ, എങ്ങോട്ട് മാറാൻ പറ്റും, അത് നോക്കി വണ്ടിയെ ഹാൻഡിൽ ചെയ്യും. നമുക്കിവിടെ വല്ല ഗ്രൗണ്ട് പോലെ വല്ല സ്ഥലം കിട്ടുമോ മേഡം? ഒന്ന് തിരിക്കാനായിട്ട് കിട്ടില്ല. നമ്മൾ കേറാന്ന് പറഞ്ഞ സ്ഥലത്ത് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അവിടെ ഇല്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് കുറച്ച് സ്ഥലം ഉണ്ട്. പോട്ടെ, തൽക്കാലം പോട്ടെ. പണ്ട് അവിടെയാണ് അവര് കൊണ്ടുപോയി നമ്മളെ എച്ചൊക്കെ. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് ഒരു ഗ്രൗണ്ട് കിട്ടിയാലേ തിരിക്കുന്ന ഒന്നും കൂടെ പെർഫെക്ഷൻ ആവും. മനസ്സിലായോ? നമുക്ക് ആ ടൂ വീലർ ഇരിക്കുന്ന കണ്ടാ വേണം. അതിനപ്പുറത്തൊന്ന് നിർത്താം. ഇപ്പം എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ആക്കണം. വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യണം. വണ്ടി അതിന് റോഡിൽ നിന്ന് ആർക്കും ശല്യം ഉണ്ടാക്കാതെ എന്നിട്ട് അതുപോലെ നേരെയാക്കി സൈഡ് ഒതുക്കി തന്നെ നിർത്തി കൊടുക്കും. എന്നിട്ട് അതുപോലെ നേരെയാക്കി. ഇപ്പൊ എത്തി നോക്കേണ്ടി വന്ന എന്താന്ന് വെച്ചാൽ മാഡം ഇങ്ങനെ സൈഡ് ഒതുക്കുന്ന കാര്യം മറന്നുപോയി. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു പകുതി ശതമാനം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തുവെന്നറിയാവോ? ഈ സൈഡിലേക്ക് ഒതുക്കുമ്പോൾ ഇവിടുത്തെ മിറർ നോക്കണം നമ്മൾ. ഇതിനിടയ്ക്ക് കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അത് ഞാനാ ഇപ്പം നോക്കുന്നത്. ഞാൻ മാഡത്തിന് എല്ലാം കൂടെ തലയിലെടുത്ത് തരാഞ്ഞിട്ടാണ്. ഇപ്പൊ മാഡത്തിനെ കൊണ്ട് ഞാൻ 3/4 ഭാഗം കാര്യങ്ങൾ മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. 1/4 ഭാഗം ഞാനാ ചെയ്യുന്നത് ഇപ്പൊ. ശരിയാണ്? മാഡം ഒന്ന് ഫ്രീ ആയാലേ ഇതും കൂടെ എനിക്ക് തലയിലേക്ക് വെച്ച് തരാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്തെല്ലാം ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഏത് സൈഡിലേക്കാണോ നമ്മൾ മാറുന്നത് ആ സൈഡിലെ മിററിൽ നോക്കിയിട്ട് അവിടെ ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമുക്ക് ആ സൈഡിലേക്ക് മാറാൻ. ശരിയല്ലേ? ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മാഡം ചെയ്യുന്നുണ്ട്, ആ മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ ആരും ഇല്ല എന്ന് കാണുമ്പോഴാണ് റോഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ശരിയല്ലേ? റോഡിലേക്ക് കയറുന്നത്. റോഡിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ്. ഈ സൈഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഈ സൈഡ് നോക്കി വേണം പുറത്തിറങ്ങാൻ. ഇത് കിട്ടുന്നുണ്ടോ? പോവാം നമുക്ക്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മിററൊക്കെ നോക്കി കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ അവിടെ ഒരു അമ്പലമുണ്ട്. നമുക്ക് നോക്കാം. മേഡം ധൈര്യമായിട്ട് മേഡം ധൈര്യത്തെ പോവും മേഡം, ഞങ്ങളുണ്ട് കൂടെ. വണ്ടി ഉണ്ടോ നോക്കിയിട്ട് സേഫ് ആണെങ്കിലേ നീക്കാവുള്ളൂ മോളെ. ആ മുൻവശം കൂടെ നോക്കി റോഡ് എങ്ങോട്ട് മാറണം. മാറിക്കഴിഞ്ഞാൽ അതുപോലെ എളുപ്പം നേരെയാക്കി എടുക്കുക വണ്ടിയെ. സ്പീഡ് കൊടുക്കാനല്ല, കൈ എളുപ്പത്തിൽ നേരെയാക്കി കൊണ്ടുപോകാം വണ്ടിയെ. ഓക്കെ ആണോ? ആ ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ചെയ്ത് തരും. ആവശ്യം കഴിഞ്ഞില്ലേ? ഓഫാക്കാൻ എങ്ങോട്ട് മാറ്റണം? ആ ഓഫായിക്കോളൂ പോട്ടെ. ഓഫായില്ലേ? ഇപ്പോൾ നമ്മുടെ സൈഡ് നോക്കി ഓടിച്ചു പോകും. നമ്മുടെ സൈഡ് നോക്ക്, ബസ്സല്ല, നമ്മുടെ സൈഡ് നോക്ക്. നമുക്ക് സ്ഥലമുണ്ടോ മോള് നടുക്കോട്ട് കയറി നിന്നിട്ട് ബസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതേണ്ട, ഇവിടെ നമുക്ക് സ്ഥലമില്ലേ? നമ്മുടെ സ്ഥലത്തോട്ട് മാറി കൊടുക്കുകയല്ലേ വേണ്ടേ? വേഗത കുറയ്ക്കും. ഇവിടെ ഒന്ന് ഒതുക്കി നിർത്ത്. ഈ ATMന്റെ അവിടെ ഇൻഡിക്കേറ്റർ ഇടുക. ഈ സൈഡിലേക്ക് ഒതുക്ക്. വരട്ടെ. നേരെയാക്കി കൊണ്ടുപോവാ. നേരെ മുൻവശം നോക്ക്. വരട്ടെ. റോഡിലേക്ക് കയറാതെ ഈ സൈഡിൽ കൂടെ തന്നെ മുന്നിലേക്ക് പോകും. ഈ സൈഡിൽ കൂടെ തന്നെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകും. കുറച്ചുകൂടെ ഇങ്ങനെ തന്നെ ഈ സൈഡിൽ കൂടെ തന്നെ. പതി ഇവിടെ ഒന്ന് ഇത്തിരി കൂടെ മുന്നിലായിട്ട് നിർത്തിക്കുക. ഒരു സ്വല്പം കൂടെ മുന്നിൽ നിൽക്കട്ടെ ഇവിടെ. ഓക്കെ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. നമുക്ക് തിരിച്ചു പോകാനായിട്ടാ. നമുക്ക് ഈ വഴി പോവാം. എങ്ങോട്ട്? ഇല്ല, നമുക്ക് മറ്റേ വഴി പോയി കയറാം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. അല്ല ഇവിടെ ഗ്രൗണ്ട് ഉണ്ടോ? ഇവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് നല്ല റോഡാണ്. കുറച്ചു ദൂരം പോകുമ്പോ പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോ ഒരു അമ്പലമുണ്ട്. നമ്മളെ കുടുംബക്ഷേത്രമാണ്. അമ്പലത്തിന്റെ അവിടെ ഒരു കാറൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലമല്ലോ? അല്ല, വെറുതെ ഡ്രൈവിംഗ് സ്കൂൾ ഒരു വ്യക്തിയുടെ ഒന്നും ഇല്ലല്ലോ, സ്കൂളുകാരുടെ ഇല്ലല്ലോ. അമ്പലത്തിന്റെ അവിടെ കുറച്ച് സ്ഥലമാണ്. അതൊന്നും പറയത്തില്ല. നമ്മുടെ കുടുംബക്ഷേത്രമല്ലേ, പിന്നെ പേടിക്കാൻ ഒന്നും നോക്കണ്ട. പോലെ നീ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ദൂരമുണ്ട്, കുഴപ്പമില്ലല്ലോ. എത്ര ദൂരമുണ്ട്? ഒരു 8-10 കിലോമീറ്റർ നിസ്സാരമായിട്ട് ഓടിക്കല്ലേ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഇതിന്റെ പുറകിൽ നിന്ന് വണ്ടികളുണ്ടോ നോക്ക്. നമ്മുടെ മുന്നിൽ തടസ്സമായിട്ട് എന്തിരിപ്പുണ്ടോ നോക്ക് മോളെ. നമ്മുടെ മുന്നിൽ എന്തിരിപ്പുണ്ടോ നോക്ക്. അതിനെ തട്ടാതിരിക്കാൻ എങ്ങോട്ട് മാറണോ നോക്ക്. അപ്പം മാറിയിട്ടേ നീങ്ങാവുള്ളൂ വണ്ടിയും കൊണ്ട്. തിരിക്ക് പോവരുത്. കണ്ട, മാറുന്നത് വരെ തിരിക്ക്. എന്നിട്ട് വീണ്ടും പുറകിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. നീങ്ങരുത്. ഇനി പതിയെ നീങ്ങട്ടെ. നേരെ ആക്കി വാ. വരട്ടെ. ഇല്ല മോളെ, വരട്ടെ. ശരിയല്ലേ? ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വയ്ക്കുക നമ്മള്. നീങ്ങട്ടെ. ഇനി നമുക്ക് റൈറ്റ് അല്ലേ പോകേണ്ടത് ഇവിടുന്ന്? നീങ്ങട്ടെ, വണ്ടി നീങ്ങട്ടെ. വണ്ടി നീങ്ങില്ലെങ്കിലാ കുഴപ്പം. ആക്സിലേറ്റർ വേണ്ട നമുക്ക്, ബ്രേക്കേ കാല് പോയി. എന്നിട്ട് പതിയെ തിരിച്ച് തൊടുക്ക്. നിർത്തിക്കൊടുക്കും. പിന്നെയും പതിയെ നീങ്ങട്ടെ. മോളെ നീങ്ങുമോളെ. ഇരിക്കും. മക്കള് മരവിച്ചിരിക്കുന്ന കേട്ടോ ഇടയ്ക്ക്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നടുക്ക് നിൽക്കുമ്പോ പിന്നെ ആ കാർ എങ്ങനെയാ പോണേ? ആള് പോയി ഇവിടുന്ന്. ആള് പോയാ? നേരെ നോക്ക്. നേരെ കിളി പോയി. പോട്ടെ. ഒരു ഇങ്ങനെ പറന്ന് പോണ ഞാൻ കണ്ടു കിളി. പോട്ടെ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുക. 2 വീലറിൽ എങ്ങനെയാ മേഡം ചെയ്യുന്നത്? റൈറ്റ് കിടക്കുന്നത് നടുക്ക് കയറി നിൽക്കും. ഇത് നിൽക്കത്തില്ലേ? നേരെ നോക്ക, എന്നെ നോക്കല്ലേ. നമ്മൾ ആ സ്ഥലത്ത് വന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നടുക്ക് കയറി നിൽക്കുമ്പോ എതിരെ വരുന്ന ആള് പോകുവോ? പോവില്ല. മുൻവശം നോക്കതേ, വണ്ടി സൈഡിലേക്കാ വരുന്നത്. വളവ് കണ്ട, കാലെവിടെ വരണം. വണ്ടിയുടെ വേഗത കുറയ്ക്കും. 2 വീലറിൽ പോകുന്ന പോലെ എടുത്തോണ്ട് പോവാൻ നോക്കരുത് കേട്ടാ.
പതിയെ കുറേശ്ശെ തിരിച്ചെടുക്ക്. ഫോണടി കേട്ട് പേടിക്കുകയൊന്നും ചെയ്യരുത്. അവിടെ അല്ല, ഇവിടെ നോക്ക്, ഇവിടെ കണ്ട ബ്രേക്ക് ചെയ്യല്ലേ മോളെ. എന്താ വരട്ടെന്ന്, വണ്ടി വരട്ടെ. കണ്ട എന്തിനാ പേടിക്കുന്നേ? വലത്തോട്ട് നോക്കിയോണ്ടല്ലേ അവിടെ കാണാതിരുന്നത്. ഇവിടെ നോക്കിയിരുന്നിരുന്നെങ്കിൽ ശരിയല്ലേ? അവിടെ നോക്കിയിരുന്നോണ്ടാ പേടി തോന്നിയത്. കാണാൻ പറ്റാതായപ്പോ ബ്രേക്ക് ചെയ്ത് നിർത്തി. ഇത്രയും മതി ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ. കാഴ്ചയില്ലെന്ന് കണ്ടപ്പോ നിർത്തിയില്ലേ? ഒരുപാട് വേഗത വരാത്ത രീതിയിൽ വണ്ടി ഓടിക്ക്. നമുക്ക് മുൻവശത്തൂടെ കാഴ്ചയുള്ളൂ, നേരെ മുന്നിലേക്കും ഇല്ല, വലത്തോട്ടും ഒരു കാഴ്ചയില്ല. ഉണ്ടാ